ആത്മഹത്യാ ഡ്രോണുകൾ പുറത്തിറക്കുമെന്ന് ഇറാൻ. ഇതിനു മുൻപ് തന്നെ ഇറാൻ്റെ കൈവശത്തിൽ നിരവധി ആത്മഹത്യാ ഡ്രോണുകൾ ഉണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അത് ഇറാൻ നിഷേധിക്കുകയോ അല്ലെങ്കിൽ അത് അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രസ്താവന വന്നിരിക്കുന്നു, തങ്ങൾ ആത്മഹത്യാ ഡ്രോണുകൾ പുറത്തിറക്കാൻ സമയമായിട്ടുണ്ട് എന്നുള്ളത്. ആയുധ ശേഖരത്തിന് മിസൈൽ ശേഖരത്തിൻ്റെ 10% പോലും നിലവിലെ സാഹചര്യത്തിൽ തങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. യുദ്ധം വരാൻ പോകുന്നു, ഞങ്ങളുടെ ആയുധപ്പുര നിറഞ്ഞിരിക്കുകയാണ്. അത് പുറത്തിറക്കുന്നതോടനുബന്ധിച്ച് ആത്മഹത്യാ ഡ്രോണുകൾ തങ്ങൾ ഇസ്രായേൽ പരീക്ഷിക്കും എന്നുള്ളതാണ്. ഈ ഡ്രോണിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സ്വയം പൊട്ടിത്തെറിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ മറ്റുള്ളത് ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് പൊട്ടിത്തെറിച്ച് ആക്രമണം നടത്തുന്ന രീതിയിലാണ് അതിൻ്റെ നിർമ്മാണ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് വലിയ ശക്തമായിരിക്കുന്ന വേഗതയിൽ പറന്നുകൊണ്ട് ആക്രമണം നടത്തുന്ന രീതിയിലാണ് എന്നാണ് പറയപ്പെടുന്നത്. ഈ വിവരങ്ങൾ പുറത്ത് വന്നതോട് കൂടിയിട്ട് ഇറാൻ്റെ ഭാഗത്ത്, അമേരിക്കയുടെ ഭാഗത്തുനിന്നൊരു പ്രസ്താവന പുറത്ത് വന്നിരിക്കുകയാണ്. ഇറാൻ്റെ കൈവശത്തിൽ ആണവായുധമുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു എന്ന തരത്തിലാണ്. അപ്പോൾ ഈ ന്യൂക്ലിയർ ഫെസിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ പല രീതിയിലുള്ള അന്വേഷണ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഇറാൻ്റെ കൈവശത്തിൽ ആണവായുധമുണ്ടോ ഇല്ലേ എന്ന ചോദ്യത്തിന് ഇപ്പോഴും കൃത്യമായിരിക്കുന്ന മറുപടിയോ ഉത്തരവോ കിട്ടിയിട്ടില്ല. അതിൽ അവർ ഇത്ര ആവേശത്തോടു കൂടിയും ഇത്ര ധൈര്യത്തോടു കൂടിയും ഇത്രയും ഏറെ രാജ്യങ്ങളെ നിരന്തരം ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ തങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യാത്ത ആയുധ ശേഖരമോ അല്ലെങ്കിൽ സംവിധാനമോ അല്ലെങ്കിൽ ആണവായുധമോ അവരുടെ കൈവശത്തിലുണ്ട് എന്നുള്ളതാണ്. ഭരണ സംവിധാനം താഴെ പോകുന്ന ഒരു സാഹചര്യം വന്നാൽ ഏറ്റവും അവസാനത്തെ അടവ് ഇറാൻ പ്രയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇസ്രായേലും ഭയപ്പെടുന്നു, അതേപോലെ തന്നെ അമേരിക്കയും ഭയപ്പെടുന്നു. മിഡിൽ ഈസ്റ്റിൽ ഇനി മുൻകാലത്തെ പോലെ ഒരു പ്രൗഢമായിരിക്കുന്ന ഒരു തിരിച്ചു വരവ് അമേരിക്കക്കുണ്ടാവില്ല. കാര്യം എന്ന് പറഞ്ഞാൽ തങ്ങളെ പോലും ആക്രമിക്കുന്ന രീതിയിലായിരിക്കും ഇനി ഭാവിയിൽ ഉണ്ടാവുക എന്നുള്ളത് ഏറെക്കുറെ അറേബ്യൻ രാജ്യങ്ങൾക്ക് ഒരു തിരിച്ചറിവുണ്ടായിരിക്കുന്നു. എല്ലാ കാര്യത്തിനും ഭരണ സംവിധാനത്തിൻ്റെ നിലപാടിനനുസരിച്ചും അമേരിക്കയുടെ ഇംഗിതത്തിനനുസരിച്ചും നീങ്ങുന്നത് തങ്ങളുടെ രാജ്യം തന്നെ നഷ്ടപ്പെടുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് ഏതാനും ദിവസങ്ങളായി ഇറാൻ ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്ന കാര്യം ഇങ്ങനെ തന്നെയാണ്. അമേരിക്കയുടെ ബേസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് തങ്ങൾ ആക്രമണം നടത്തുന്നത്. അതുകൊണ്ടാണ് അമേരിക്കയുടെ സൈനികർ ഉള്ള സ്ഥലവും അവർ യുദ്ധത്തിന് തയ്യാറായിരിക്കുന്ന സ്ഥലവും അവർ മറ്റുള്ളവരെ നിരീക്ഷിക്കുന്ന സ്ഥലങ്ങളും എല്ലാം വേറെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഇതിൽ ഈ കാര്യം യാഥാർത്ഥ്യമാണ് എന്ന് തെളിയിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം, ഒമാന് നേരെ 2 പ്രാവശ്യം ആക്രമണം നടത്തി. എന്നാൽ ഒമാന് നേരെ ആക്രമണം നടത്തിയ 2 പ്രാവശ്യവും ഒമാൻ്റെ കടലിലുള്ള കപ്പലിന് നേരാണ് ആക്രമണം നടത്തി. അവർ ഭൂപ്രദേശത്തേക്ക് ആക്രമണം നടത്തിയിട്ടില്ല. അതിൻ്റെ അർത്ഥം ഭൂപ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് ഒരു സൈനിക ബേസ് ഇല്ലാത്ത രണ്ടാമത്തെ രാജ്യമാണ് ഒമാൻ എന്ന് പറയുന്നത്. അവിടെ വാടക ഈ എയർപോർട്ടുകളൊക്കെ ചില സമയത്തൊക്കെ അത്യാവശ്യ ഘട്ടത്തിൽ നൽകാറുണ്ട്. അത് ഈ പ്രാവശ്യം അമേരിക്കയ്ക്ക് നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഒമാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ രാജ്യത്തിൻ്റെ അകത്തേക്കുള്ള ഒരു ആക്രമണം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പകരം കപ്പലിനെ ആക്രമിച്ചതിന് പ്രധാനമായിരിക്കുന്ന കാര്യം അത് അവരുടെ കടലിടുക്കിലൂടെ പോകാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുന്ന കപ്പലാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ മേഖല കേന്ദ്രീകരിച്ച് ഏത് കപ്പൽ പോയാലും തങ്ങൾ ആക്രമിക്കുന്നതിന് മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ ആക്രമിച്ചു എന്നാണ് ഇതിൽ പറയപ്പെടുന്നത്. പിന്നീട് സ്ഥിരമായ രീതിയിൽ അമേരിക്കയ്ക്ക് സൈനിക ബേസ് ഇല്ലാത്ത ഒരു രാജ്യമാണ് സൗദി അറേബ്യ. സൗദി അറേബ്യയിൽ ഇപ്പോൾ കർജിൽ പ്രവർത്തിക്കുന്നത് താൽക്കാലികമായിരിക്കുന്ന കിങ് പ്രിൻസിൻ്റെ പേരിലുള്ള ഒരു എയർബേസാണ്. ആ ഈ എയർബേസിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായ രീതിയിൽ സൗദി അറേബ്യയുടെ കൺട്രോളിലാണ്. അമേരിക്കയ്ക്ക് വാടകക്കോ അതല്ലെങ്കിൽ അത്യാവശ്യ ഘട്ടത്തിലോ അത് കൊടുക്കാറുണ്ട്. കൊടുത്തു കഴിഞ്ഞാലും അവിടേക്ക് വരുന്ന വിമാനത്തെക്കുറിച്ചും തിരിച്ചു പോകുന്ന വിമാനത്തെക്കുറിച്ചും കൃത്യമായ രീതിയിലുള്ള അറിവ് സൗദി അറേബ്യക്കുണ്ട് എന്ന് മാത്രമല്ല സൗദി അറേബ്യയുടെ കൺട്രോളിലാണ് അത് പ്രവർത്തിക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. എന്നാൽ ഖത്തറിലോ അതല്ലെങ്കിൽ കുവൈറ്റിലോ ബഹ്റൈനിലോ ഉള്ള അമേരിക്കയുടെ ബേസുകൾ ആ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലല്ല പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും വളരെ കൃത്യതയോടുകൂടി ഒരു നിലപാട് പറഞ്ഞിരിക്കുന്നു, യാതൊരു കാരണവശാലും തങ്ങളുടെ എയർബേസ് ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ആക്രമിക്കരുത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ എയർബേസ് ഇവിടെ നിന്ന് ഒഴിവാക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തും എന്നുള്ളൊരു മുന്നറിയിപ്പ് അറേബ്യൻ രാജ്യങ്ങൾ അമേരിക്കക്ക് നൽകിയിരിക്കുന്നു. അമേരിക്ക ഇപ്പോൾ ആക്രമിക്കുന്നത് ഏറെക്കുറെ ഇസ്രായേലിൻ്റെ മേഖലയിൽ നിന്നാണ്, അതല്ലെങ്കിൽ അറബിക്കടലിലുള്ള ഈ അബ്രഹാം ലിങ്കൺ കപ്പലിൽ നിന്നാണ്. ഇത് രണ്ടുമല്ലാത്ത ആക്രമണങ്ങൾ വരുന്നുണ്ട് എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അഥവാ ഖത്തറിലുള്ള
ഉദയ്ദ എയർബേസിൽ നിന്നും തങ്ങളുടെ നേരെ ആക്രമണം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവർ ആക്രമിക്കുന്നത് എവിടെ നിന്ന് എന്നതിനെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു സംവിധാനം തന്നെ യഥാർത്ഥത്തിൽ ഇറാനിലുണ്ട്. കാര്യം ഇപ്പോൾ അസർബൈജാനിൽ നിന്ന് ആക്രമണം നടന്നു. അസർബൈജാനിലെ എയർപോർട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിഗമനം. കഴിഞ്ഞ പ്രാവശ്യം അത് ഇറാൻ ആരോപിച്ചതാണ് ഇങ്ങനെ സംഭവം ഉണ്ട് എന്നുള്ളത്. ജോർദാനിൽ ഈ പറഞ്ഞ പോലെ ജോർദാനിൽ നിന്ന് ആക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും പക്ഷേ ഇസ്രായേലിലേക്ക് ഇറാൻ വിടുന്ന മിസൈലുകൾ ജോർദാൻ്റെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതിരോധിച്ചിട്ടുണ്ട് എന്നുള്ളത് തെളിവോടുകൂടി പുറത്തു വന്നതാണ്. അതിൽ നിരാശ പ്രകടിപ്പിച്ചുകൊണ്ട് ജോർദാൻ്റെ വിദേശകാര്യമന്ത്രി 3 തവണയെങ്കിലും ഇറാൻ സന്ദർശിക്കുകയും അന്നത്തെ സുപ്രീം ലീഡറായിരിക്കുന്ന ആയത്തുള്ള അലി ഖംനായുമായിട്ട് സംസാരിക്കാൻ വേണ്ടി താല്പര്യം കാണിക്കുകയും ചെയ്തു. പക്ഷേ ഇറാൻ അത് അനുമതി നൽകിയിട്ടില്ല. തുർക്കി പറഞ്ഞ പോലെ ഒന്നാം ലോക യുദ്ധത്തിൽ അവിടെ ആ സാമ്രാജ്യം തകർന്നു വീണു എന്നുള്ള കാര്യം നമുക്കറിയാം. ഓട്ടോമാൻ സാമ്രാജ്യം തകർന്നു വീണതോട് കൂടിയിട്ട് ഈ അറേബ്യൻ രാജ്യങ്ങളിൽ ഉള്ള കൺട്രോൾ ഖിലാഫത്ത് ഖിലാഫത്ത് ഭരണ സംവിധാനമായിരുന്നു, അത് അവർക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ഖിലാഫത്ത് നഷ്ടപ്പെട്ടതോടുകൂടി ആ മേഖല അപ്പോൾ ഈ ബ്രിട്ടനും പിന്നീട് അമേരിക്കയും പിടിച്ചടക്കി. അതോടനുബന്ധിച്ചാണ് തുർക്കിക്കകത്ത് അമേരിക്കയുടെ സൈനിക ബേസ് ഉള്ളത്. ആ സൈനിക ബേസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് 2 പ്രാവശ്യം ആക്രമണം ഇറാൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. ഇറാൻ അത് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇറാൻ തന്നെയാണ് ആക്രമിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ മൊസാദ് പല രീതിയിലുള്ള കളി കളിക്കുന്നുണ്ട്, പല ഭാഗത്തേക്കും ആക്രമണം നടത്തുന്നുണ്ട്, പല സ്ഥലത്തും ബോംബ് സ്ഫോടനം നടത്തിയത് അവരാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് കൃത്യമായിട്ട് വിവരം പുറത്തു വന്നിട്ടില്ല. സൗദി അറേബ്യയിൽ നിന്നും ഖത്തറിൽ നിന്നും ഇതേപോലെ തന്നെ ഇറാൻ്റെ ചാരന്മാരെ ഖത്തറിൽ നിന്നും ഈ മൊസാദിൻ്റെ ചാരന്മാരെ സൗദി അറേബ്യയിൽ നിന്നും പിടിക്കപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ചാരപ്രവർത്തനം ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ അമേരിക്ക നടത്താറുള്ളതാണ്, അതിവിടെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ കൃത്യമായിരിക്കുന്ന ഒരു വിവരം അമേരിക്കയ്ക്ക് കിട്ടാത്തതാണ് യഥാർത്ഥത്തിൽ ഒരു രൂപം കിട്ടാത്തതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം. ഈ യുദ്ധം ഇത്രയും വിപുലമായ രീതിയിലും ഈ തരത്തിലും മാറുമെന്നൊരിക്കലും അമേരിക്ക ചിന്തിച്ചിട്ടില്ല. അറേബ്യൻ മേഖലയിൽ അമേരിക്കയുടെ പൗരന്മാർക്ക് സുരക്ഷിതമില്ലാത്തൊരു സാഹചര്യം അൽ-ഖ്വയ്ദ ഭീകര സ്ഫോടനം നടത്തുന്ന കാലത്ത് പോലും ഉണ്ടായിട്ടില്ല. വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അൽ-ഖ്വയ്ദ പല രീതിയിൽ സ്ഫോടനം നടത്തിയിട്ടുണ്ട്, പല ആക്രമണം നടത്തിയിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതോടനുബന്ധിച്ച് പൂർണ്ണമായ രീതിയിൽ നിരോധിക്കപ്പെട്ട ഭീകര സംഘമായിട്ട് മുമ്പേ അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട്, സൗദി അറേബ്യ പ്രഖ്യാപിക്കുകയും അതിന് വലിയ രീതിയിൽ ഇവരെ പിടികൂടാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനത്തെ തന്നെ നിയോഗിക്കുകയും ചെയ്തു. അങ്ങനെ ഘട്ടം ഘട്ടമായ രീതിയിൽ അൽ-ഖ്വയ്ദ എന്ന് പറയുന്ന ഭീകര സംഘത്തെ ഉന്മൂലനം ചെയ്തു സൗദി അറേബ്യ. അതിന് ഒരുപാട് സാഹചര്യങ്ങൾ, ഒരുപാട് കാരണങ്ങളും സ്ഥിതികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു വശം. ഏതായിരുന്നാലും അൽ-ഖ്വയ്ദയുമായിട്ട് ബന്ധപ്പെട്ട ആ ഭീകര സംഘത്തെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും സൗദി അറേബ്യയെന്നോ മറ്റേതെങ്കിലും അറേബ്യ രാജ്യങ്ങളിൽ ഇപ്പോൾ പുറത്തു വരുന്നത് അമർച്ച ചെയ്തു. ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഒരു അമേരിക്കൻ പൗരനാണ് ആകെ കൊല്ലപ്പെട്ടത്. 2-3 അമേരിക്കൻ പൗരന്മാർക്ക് പരിക്കേറ്റ്. സൗദികൾ ഒരുപാട് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ അൽ-ഖ്വയ്ദയുടെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഈ ഭീകര സംവിധാനത്തെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് ആ കാര്യത്തിൽ സൗദി അറേബ്യ വലിയ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. അത് പറയുന്ന കാര്യം അത്രയും വലിയ രാജ്യത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ ലോകത്തെ ഞെട്ടിച്ച സംഭവമാണ് അൽ-ഖ്വയ്ദ ചെയ്തത്. അമേരിക്കയുടെ പെൻറ്റഗൺ ആക്രമിച്ചു എന്ന് പറയുന്നത് ലോകാടിസ്ഥാനത്തിലുള്ള ഒരു ഭീകര പ്രവർത്തനമാണ് ചെയ്തതെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. പിന്നീട് ബിൻ തന്നെ പിടികൂടി വെടിവെച്ച് കൊന്നു. അത് പാകിസ്ഥാനിൽ നിന്നാണ് പിടിക്കപ്പെട്ടത്. അതും സൈനിക മേഖലയുടെ തൊട്ടടുത്തായിരുന്നു ഇദ്ദേഹം താമസിച്ചത് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, അത്രയും വലിയ ലോകാടിസ്ഥാനത്തിലുള്ള ഈ ഭീകര സംഘമായിരിക്കുന്ന അൽ-ഖ്വയ്ദക്ക് പോലും വളരെ കൃത്യതയോട് കൂടിയിട്ട് പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി സൗദി അറേബ്യക്ക് സാധിച്ചു എന്നുള്ള ഒരു കാലഘട്ടത്തിനപ്പുറം ഇപ്പോൾ അങ്ങനെയൊന്നും അക്രമം ഉണ്ടായ ഒരു അമേരിക്കൻ പൗരന് കൊല്ലപ്പെട്ടതായിരിക്കുന്ന വിവരങ്ങൾ സൗദി അറേബ്യയിൽ നിന്ന് അറേബ്യ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ട് സൈനികർ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഇറാൻ്റെ അവകാശവാദം 500ഓളം സൈനികരെ കൊന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അമേരിക്ക സ്ഥിരീകരിച്ചത് 6 സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, 10-ലധികം പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് അവർ സ്ഥിരീകരിക്കപ്പെട്ടത്. അത് പറയുന്ന കാര്യം ഇങ്ങനെയൊക്കെ വിഷയം ഉണ്ടായിട്ട് പോലും അമേരിക്കയുടെ പൗരന്മാർക്ക് സുരക്ഷിതത്വം നൽകുന്ന കാര്യത്തിൽ അറേബ്യൻ രാജ്യങ്ങൾ 100% വിജയിച്ചിട്ടുണ്ട്. അവരുടെ എംബസിയിലേക്കോ അല്ലെങ്കിൽ കോൺസുലേറ്റിലേക്കോ അവരുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലേക്കോ പ്രവേശിക്കണമെങ്കിൽ തന്നെ വാഹനം കൊണ്ട് പ്രവേശിക്കാൻ വേണ്ടി പറ്റില്ല. നടന്നു നീങ്ങുകയാണെങ്കിൽ തന്നെ ഒരുപാട് പരിശോധന നടത്തും. ഒരു സാധാരണക്കാർക്ക് ഒരിക്കലും അവിടെ എത്താത്ത രീതിയിലുള്ള സംവിധാന കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഒരുക്കാതെ, ഇതൊന്നും ഇല്ലാതെ തന്നെ ഇറാൻ്റെ ആക്രമണത്തോടുകൂടി, ഇറാൻ്റെ ഭീഷണിയോടുകൂടി ആ മേഖലയിൽ ഒരു അമേരിക്കൻ പൗരന്മാർ സുരക്ഷിതമല്ലാത്ത രീതിയിൽ ഒരു ഭയപ്പാടുണ്ട്. അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പറയുന്നത് സുരക്ഷിതം ഒരുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്, എല്ലാവരും മടങ്ങുന്ന രാജ്യത്തേക്ക് എന്ന് പറയുന്നതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യമാണ്. അത് ഇസ്രായേലിൽ പോലും അമേരിക്കൻ പൗരന്മാർക്ക് സുരക്ഷിതം ഒരുക്കാൻ കഴിയില്ല എന്ന് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിവാദം നടന്നിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ എംബസി, കോൺസുലേറ്റ്, സൈനികപരമായിരിക്കുന്ന സംവിധാനങ്ങൾ, പ്രാക്ടിക്കലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വലിയ പ്രയാസത്തിൽ, വലിയ പ്രതിസന്ധിയിൽ അമേരിക്ക അനുഭവിക്കുന്നു. മാത്രമല്ല ഈ ഖത്തറിലുള്ള ഉദൈദ എയർബേസിൽ നിന്ന് പരമാവധി ആയുധങ്ങളും യുദ്ധവിമാനങ്ങളും അവിടെ നിന്ന് കടത്തി മറ്റു ഭാഗത്തേക്ക് എത്തിക്കുന്നു എന്ന് പറയുന്നു. അറേബ്യൻ രാജ്യങ്ങളല്ലാത്ത ദേശത്തേക്ക് പറന്നു കൊണ്ടുപോകുന്നു, അല്ലെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അത് മിക്കവാറും ഇവിടെ വെച്ചിട്ടായിരിക്കും ഈ ഇസ്രായേലിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ തരത്തിൽ വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നൊക്കെ ഇങ്ങനെ വിലയിരുത്തുന്നതിൻ്റെ ഇടയിലുള്ള ഒരു ചോദ്യത്തിന് മറുപടിയാണ് ഇറാൻ്റെ കൈവശത്തിൽ ആണവായുധമുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു എന്നുള്ള കാര്യം കൂടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്.